അർജുൻ, നീ എവിടെയാണ്? നീ തിരിച്ചു വരില്ലേ? നിനക്കായി കേരളം മുഴുവനും ഒറ്റ ഒരുമയോടുകൂടി നിന്റെ കുടുംബത്തോടൊപ്പം പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. 7ാമത്തെ ദിവസം ഇത് പറയുന്ന ആൾക്കാരുടെ ഗതികേടിനെ കുറിച്ചാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. ഇത് ഗതികേടിൽ എത്തിക്കാൻ കാരണം വേറെ ആരുമല്ല, കർണാടക സർക്കാരാണ്. കർണാടകത്തിന് പകരം കേരളത്തിലാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ ഇങ്ങനൊരു അനാസ്ഥ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഏത് ദുരന്ത മുഖങ്ങളിലും കൈകോർത്തു പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ളവരാണ് കേരള സർക്കാരും കേരള സർക്കാർ പ്രതിപക്ഷവും നമ്മുടെ നാട്ടുകാരും കേരള ജനതയൊട്ടാകെയും. അതുകൊണ്ടാണ് കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിളിപ്പേരുള്ളത്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ കരങ്ങൾ ഏതു ദുരന്തത്തിലും എന്തെല്ലാം സ്പർദ്ധകളും എന്തെല്ലാം തർക്കങ്ങളും ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പേരിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഒരു ജീവൻ നഷ്ടപ്പെടുമെന്ന് തോന്നിയാൽ അത് 1ആവട്ടെ 10ആവട്ടെ 100ആവട്ടെ കേരള ജനത ഒന്നിക്കുമെന്ന കാര്യത്തിൽ ഒന്നും പറയാനില്ല. അതിന് ചരിത്രമാണ് സാക്ഷി. 2018 പ്രളയം, നിപ, കൊറോണ, അങ്ങനെ എന്തെല്ലാം ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചു വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ കേരളീയരല്ലേ. അതുകൊണ്ട് തന്നെ ഒരു നിമിഷമെങ്കിലും അർജുന്റെ കുടുംബമോ അല്ലെങ്കിൽ ഈ മലയാളികളോ കേരളീയരോ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇത് കേരളത്തിലായിരുന്നു, ഇത് വേറെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ജില്ലയിലായിരുന്നു അല്ലെങ്കിൽ സംഭവിച്ചിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും 48 മണിക്കൂറിനുള്ളിൽ അർജുൻ എന്ന വ്യക്തി അവന്റെ വീട്ടിൽ തിരിച്ചെത്തുമായിരുന്നു. കർണാടക പോലൊരു സ്റ്റേറ്റിൽ നിന്ന് ഒരിക്കലും കേരളം ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഇന്ത്യയിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായ സ്റ്റേറ്റ് ആണ്, സംസ്ഥാനമാണ് കർണാടകം. ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ ഒന്ന്, പവർഫുൾ ഭരണാധികാരികൾ എന്നറിയപ്പെടുന്ന വലതുപക്ഷം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിന്റെ നാട്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനൊരു വീഴ്ച സംഭവിക്കുന്നു? ജൂലൈ 16 മണ്ണിടിഞ്ഞു വീണ് കാണാതായ അർജുനെ അവർ അന്വേഷിക്കുന്നത് 5ാമത്തെ ദിവസമാണ്. അതും വെറും ചെറിയ 3-4 ഹിറ്റാച്ചിയോ എന്തോ മണ്ണുമാന്ത്രി യന്ത്രങ്ങളോ ഉപയോഗിച്ച് മാത്രമാണ് അവരത് പരതുന്നത്. എത്രയോ ഉയരത്തിൽ മണ്ണടിഞ്ഞു വീണിട്ടും അതിൽ നിന്ന് ഒരു മനുഷ്യജീവൻ തപ്പിയെടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചില്ല എന്ന് പോലും തോന്നിയിരുന്നു. കേരളത്തിൽ നിന്നുള്ള ദൗത്യ സേനാംഗങ്ങളെ വിട്ടിട്ട്, കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ എത്തിയിട്ട് 100 കണക്കിനും 200 കണക്കിനും 1000 കണക്കിന് ആൾക്കാർ ഇപ്പോഴും ചെല്ലാൻ തയ്യാറായിക്കൊണ്ടിരുന്നിട്ട് പോലും ആ പരിസരത്തേക്ക് മാധ്യമങ്ങളെയോ മറ്റ് ദൗത്യ സേനാംഗങ്ങളെയോ രക്ഷാപ്രവർത്തകരെയോ കടത്തിവിടാൻ കർണാടക സർക്കാർ തയ്യാറാകുന്നില്ല. മനുഷ്യജീവന് ഇത്രയും മാത്രം വില നൽകുന്ന, ഇത്രയും കുറഞ്ഞ വില നൽകുന്ന, ഒരു മൃഗത്തിന്റെ വില പോലും നൽകാത്ത ഒരു സർക്കാരാണോ കർണാടക സർക്കാർ? ഇതാണോ നിങ്ങളുടെ സംസ്കാരം? ഇതാണോ നിങ്ങളുടെ പൈതൃകം? ഈ സംഭവം നടന്ന സ്ഥലത്ത് തന്നെ 10ഓളം ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് കേരളത്തിന്റെ ആകെ വേദന, ഈ 7ാമത്തെ ദിവസം രാത്രി വരെയും അർജുനെയോ അർജുന്റെ വണ്ടിയെ കുറിച്ചോ ഒരു വിവരവുമില്ല. 98% 5ാമത്തെ ദിവസമാണ് അവർ മണ്ണ് മാന്താൻ തുടങ്ങിയത്. 98% വരെ മണ്ണ് മാന്തിയിട്ടും അർജുന്റെയോ അർജുന്റെ ട്രക്കിന്റെയോ യാതൊരു തരത്തിലുള്ള ഒരു സൈനും ഒരു അവശിഷ്ടവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത്രമാത്രം പരാജയപ്പെട്ടിരിക്കുന്നു ദൗത്യ സേനാംഗം എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇനി പുഴയിലാണോ അർജുൻ വീണെന്ന് അടുത്ത സംശയത്തിലാണ് കരസേനയെ അവർ ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞിടയ്ക്ക് ഏതാണ്ട് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് മൻഹോളിൽ വീണ, അഴുക്ക് ചാനലിൽ വീണ ഒരു മനുഷ്യരെ രക്ഷിക്കാൻ ജീവനോടെ കിട്ടിയില്ലെങ്കിൽ പോലും, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സ്പർദ്ധകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ ഇറങ്ങി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല, അല്ലെ? അതുകൊണ്ട് തന്നെ ആ ഒരു മനസ്സ് എല്ലാ മലയാളികൾക്കും ഉണ്ട്. ഏത് ദുരന്തമുഖത്തിനും പ്രത്യേക പരിശീലനം ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും കയ്യും മെയ്യും ജീവനും മറന്ന് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. അത് ഒരു കന്നഡക്കാരനും ഇല്ലേ എന്നാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. എനിക്കെന്നല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനം കേരളം ഇന്നും ഡെവലപ്പിംഗ് സ്റ്റേറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. കർണാടക സർക്കാർ ദ പവർഫുൾ സ്റ്റേറ്റ്. എന്തുകൊണ്ടും പഠിത്തത്തിനായാലും ആൾക്കാർ കർണാടകത്തിലേക്ക് പോകുന്നു. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മെട്രോ സിറ്റീസ് എല്ലാമുള്ള കർണാടക. പക്ഷേ മനുഷ്യന്റെ ജീവന് മാത്രം അവിടെ ഒരു വിലയുമില്ല. ഇത് കാണുമ്പോഴാണ്, ഇത് കേൾക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, കേരളീയ ആയതോർത്ത്, ഒരു മലയാളി ആയതോർത്ത് അഭിമാനം കൊള്ളുന്നത്. ആരെങ്കിലും നമ്മുടെ ഇടയിൽ ദുരന്തത്തിൽപ്പെട്ടാൽ കയ്യും മെയ്യും മറന്ന് ഓടി വരുന്ന നാട്ടുകാരാണ് കണ്ണുകളിൽ മിന്നി മറയുന്നത്. അങ്ങനെ ഒരു കാഴ്ച അവിടെ എങ്ങും കാണാൻ സാധിച്ചില്ല. അവിടുത്തെ പോലീസുകാരും അവിടുത്തെ മേധാവികളും അവിടുത്തെ സർക്കാരും രക്ഷാപ്രവർത്തനം ഇറങ്ങുന്നവരെ തല്ലി ഓടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തൊരു ക്രൂരമായ നടപടികളാണ് ഇതെല്ലാം. ഇതിനൊക്കെ മറുപടി പറയണം. തീർച്ചയായിട്ടും ഇന്ത്യ ചരിത്രത്തിലെ ദുരന്തമുഖങ്ങളിലെ ഒരിക്കലും മായ്ക്കാനാവാത്ത ഒരു കറുത്ത കറയായിരിക്കും തീർച്ചയായിട്ടും കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒരു അതിഗുരുതരമായ വീഴ്ച, അല്ലെങ്കിൽ അലസ മനോഭാവം, അലംഭാവം. എന്തിന്റെ പുറത്തായാലും നമുക്ക് കാണാതായത് നമ്മുടെ ഒരു പ്രിയ സഹോദരനെയോ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ആരെയോ ആണ്. അർജുൻ ഇന്നലെ വരെ ആർക്കും പരിചിതനല്ലായിരുന്നു. പക്ഷെ എന്നാൽ ഇന്ന് അവൻ ഈ കേരളക്കരയാകെ മൊത്തം പരിചിതനാണ്.
മലയാളികൾ എവിടെല്ലാം ഉണ്ടോ അവിടെയെല്ലാം എന്ന പേരിൽ അർജുന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളെല്ലാം അവൻ ജീവനോടെ തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. നമുക്കും കാത്തിരിക്കാം. ജീവനോടെ തീർച്ചയായിട്ടും അർജുൻ തിരികെ വരുമെന്നും ഉടനടി നമുക്ക് ആ സന്തോഷ വാർത്ത കേൾക്കുമെന്നും പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.